മുഹറം മാസത്തിന് ഇസ്ലാമിക ചരിത്രത്തിലും ഇസ്ലാമിക ശരീഅത്തിലുമൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. പുണ്യമാക്കപ്പെട്ട മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പവിത്രത കൽപ്പിക്കപ്പെട്ട ഒരു മാസമാണ് മുഹറം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസത്തിൽ നമ്മുടെ അനുഷ്ഠാനങ്ങൾ, ഇബാദത്തുകൾ, അമൽ സ്വാലിഹാത്തുകൾ കൂടുതൽ നിർവഹിക്കുകയും നന്നാക്കുകയും തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാനുള്ള നല്ല ശ്രദ്ധ കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല. മുഹറം നിരവധി ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളുമായൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എങ്കിലും പരിശുദ്ധ ഖുർആനുമായി നമ്മൾ ഈ വിഷയത്തെ പഠിക്കുമ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ മുഹറമിൻ്റെ സന്ദേശമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ജീവിതം ഒരു ചരിത്രമാണ്, ഒരു സംഭവമാണ്. ഏതൊരു ഉമ്മയും ആശങ്കപ്പെടുന്ന ചില സന്ദർഭങ്ങളെ, വിഷമിക്കുന്ന ചില ഘട്ടങ്ങളെ, ആരുടെയും വിശ്വാസങ്ങൾ പതറിപ്പോകുന്ന ചില സന്ദർഭങ്ങളെ എത്രയധികം ഊർജത്തോടെയാണ്, ആത്മവീര്യത്തോടെയാണ്, ഈമാനിൻ്റെ വലിയ കരുത്തോടെയാണ് ഖുർആൻ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അതൊക്കെ വീണ്ടെടുപ്പിക്കുന്നത് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനന സന്ദർഭത്തെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ഉമ്മക്ക് ലഭിച്ച അപാരമായ ഈമാനിൻ്റെ കരുത്തിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വഅദിനെക്കുറിച്ചുള്ള അപാരമായ പ്രതീക്ഷയെക്കുറിച്ചൊക്കെ ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളരുന്നു, യുവാവാകുന്നു, പിന്നീട് യാത്രയുണ്ടാകുന്നു, അവിടെ കലഹങ്ങളുണ്ടാകുന്നു. ഈ സംഭവങ്ങളൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ അതിലേക്ക് ദീർഘിച്ചു പോകുന്നില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ത്രീരത്നങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് അവിടുത്തെ ഉമ്മയാണ്, മറ്റൊന്ന് മഹദി ആസിയ റളിയല്ലാഹു തആല അൻഹയാണ്. രണ്ടുപേരും മുഹറത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നവരാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നവരാണ്. ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം വെറുക്കാൻ കാരണം? പരിശുദ്ധ ഖുർആനിൽ എത്ര വചനങ്ങളാണ് ഫിർഔനിൻ്റെ ധാർഷ്ട്യത്തെക്കുറിച്ച്, അഹങ്കാരത്തെക്കുറിച്ച്, ഫിറൗവിൻ്റെ ദുർഭരണത്തെക്കുറിച്ച്, ഏകാധിപതിയും സ്വച്ഛാധിപതിയുമായി ആ സമൂഹത്തെ അടിച്ചമർത്തിയതിനെക്കുറിച്ച്, നിങ്ങൾ ഫിറൗവിനെ പോലെ ആകരുത് എന്ന് ഖുർആൻ അത്ര ശക്തമായി പറയാനുണ്ടായ കാരണങ്ങൾ എന്തായിരിക്കും? അവിടേക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ച് അദ്ദേഹത്തെ തിരുത്തണം എന്ന് വലിയൊരു ദഅവത്തിൻ്റെ ദൗത്യമേൽപ്പിച്ചത് എന്തിനായിരിക്കും? ആരും ഭയപ്പെടുന്ന, സുഖങ്ങൾ ആസ്വദിച്ച് അതിൻ്റെ തണലിൽ ജീവിക്കാൻ കൊതിക്കുന്ന ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾക്കിടയിൽ മൂസ പ്രവാചകൻ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് ദുനിയാവിൻ്റെ എല്ലാ അലങ്കാരങ്ങളും സുഖസൗകര്യങ്ങളും ത്യജിക്കാൻ തയ്യാറായ മനസ്സുകളെക്കുറിച്ച് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മുഹറവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു എന്ന ഒരു ശക്തിക്ക് മുമ്പിൽ ഭൗതികമായ എല്ലാ ശക്തികളും, ഭൗതിക മേഖലയിൽ നമ്മൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സകല തന്ത്രങ്ങളും മുട്ടുകുത്തുമെന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറയും നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ആധുനികമായ സംവിധാനങ്ങളൊന്നുമില്ല, വലിയ ആയുധത്തിൻ്റെ കോപ്പുകളില്ല, വലിയ അന്താരാഷ്ട്ര തലത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന
സംരംഭങ്ങളൊന്നുമില്ല. എങ്ങനെ നമ്മൾ വിജയിക്കും? എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? മുഅ്മിനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതോ നിരാശരാകേണ്ടതോ ഇല്ല. കാരണം അള്ളാഹു എന്ന ശക്തിക്ക് മുമ്പിൽ ഭൗതികമായ എല്ലാം നിഷ്പ്രഭമാകുന്ന സന്ദർഭങ്ങൾ സെക്കൻഡുകൾ മതി. അതിന് നിഷ്പ്രഭമായി പോകുന്ന എത്ര തന്ത്രം ഉപയോഗിച്ചാലും അതൊക്കെ പിഴവിലായി പോകുന്നതിന് വളരെ സെക്കൻഡുകൾ മതി. അള്ളാഹുവിൻ്റെ ശക്തിയും ഖുദ്റത്ത്, കഴിവൊക്കെ അതാണ് യഥാർത്ഥത്തിൽ. അവിടേക്ക് നമ്മുടെ മനസ്സിനിങ്ങനെ നമ്മളിങ്ങനെ ഈമാനിൻ്റെ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കത് ബോധ്യപ്പെടുമെന്നതിൽ സംശയമില്ല. ആ അള്ളാഹുവിൻ്റെ ഒരു കാവൽ, ആ റബ്ബിൻ്റെ ഒരു താങ്ങും ഒരു തണലും ഒരു തുണയുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര ദുർബലനാവട്ടെ, നമ്മൾ നോക്കുമ്പോൾ വളരെ ദൗർബല്യങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അയാളിലുണ്ടാവും ചിലപ്പോൾ. പക്ഷെ അള്ളാൻ്റെ ഒരു കാവലുണ്ട് അയാൾക്ക് എങ്കിൽ അയാൾ സുരക്ഷിതനാണ് എന്ന് പഠിപ്പിക്കുകയാണ് മുഹറത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഈ സകല പ്രശ്നങ്ങളും അനുഭവിക്കുമ്പോൾ അള്ളാൻ്റെ കാവലുള്ളവന് സുരക്ഷിതത്വം. എന്നാൽ ചില ആളുകളുണ്ട്, ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും സന്നാഹങ്ങളും കോപ്പും എല്ലാമുണ്ട്, എല്ലാ ഭൗതികമായ അവനെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ശക്തികളുമുണ്ട്. അള്ളാൻ്റെ കാവലില്ലെങ്കിലോ, അള്ളാൻ്റെ ഒരു സഹായം ഇല്ലെങ്കിലോ, അള്ളാൻ്റെ ഒരു തുണയില്ലെങ്കിലോ, അള്ളാഹു എന്ന അത്താണിയിൽ അഭയം പ്രാപിക്കാനുള്ളൊരു മനസ്സാന്നിധ്യം അയക്കില്ലെങ്കിലോ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഫിറഔൻ്റെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഫിറഔൻ എന്തിൻ്റെ കുറവുണ്ടായിരുന്നു? ആൾബലമുണ്ട്, ആയുധബലമുണ്ട്, സൈന്യബലമുണ്ട്, വലിയ ഭരണസിരാ കേന്ദ്രങ്ങളുണ്ട്, വിളിച്ചാൽ ഓടിയെത്താവുന്ന തരത്തിലുള്ള കിങ്കരന്മാരുണ്ട്, ശക്തരായ ഭടന്മാരുണ്ട്. എല്ലാ നിലക്കും പൊതുസമൂഹത്തിൻ്റെ ഒരു സമ്മതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ച് എല്ലാം വരച്ച വരയിലൂടെ കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ സംവിധാനമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ചില നിമിഷങ്ങൾക്കുള്ളിൽ ചില പരീക്ഷണങ്ങളിൽപ്പെട്ട് അതിൽ നിന്ന് കരകയറാൻ ആവാതെ, ശ്വാസമെടുക്കാനാകാതെ മുങ്ങി മുങ്ങി താഴ്ന്നു പോകുന്ന ഒരു നിസ്സഹായാവസ്ഥ ഒരു മനുഷ്യനുണ്ടാവുകയാണ്. ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരാളുണ്ടായില്ല, കരക്കടിപ്പിക്കാൻ ആളുണ്ടായില്ല. എല്ലാം ആ ഒഴുക്കിലും ആ തിരകൾക്കിടയിലും പെട്ട് അങ്ങനെ അമർന്നമർന്ന് അങ്ങനെ ഒതുങ്ങിപ്പോകുന്ന നിലക്ക് പോവാണ്. മനുഷ്യൻ്റെ അവസ്ഥയാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. കിബർ നമ്മളെ നശിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുകയാണ്. ഔന്നിത്യം, ഇല്ലാത്ത ഔന്നിത്യം നടിച്ച് ജീവിക്കുന്നത് ഒരു കുമിള പൊട്ടിപ്പോകുന്നത് പോലെ ഇല്ലാതായി പോകുമെന്ന് മനുഷ്യരെ പഠിപ്പിക്കുകയാണ് ഖുർആൻ. അതാണ് ഈ സംഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് സന്നാഹങ്ങൾ, അള്ളാൻ്റെ കാവലില്ലാതെ, എന്ത് ബർക്കത്തില്ലാതെ എന്ത് സംഗതി നമ്മളെ കയ്യിലുണ്ടായിട്ടും പ്രയോജനമുണ്ടാവില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മുഹറം നോമ്പിൻ്റെ പശ്ചാത്തലം എന്താണ്? എന്തിനാണ് നമ്മൾ മുഹറം നോമ്പ് എടുക്കുന്നത്? അതിൻ്റെ പിന്നിലെ ഒരു ചരിത്രം ഉണ്ടല്ലോ. എന്താണ് അതിലൂടെ നമ്മൾ ഓർമ്മിക്കുന്നത്? ബലികർമ്മം നമ്മൾ നിർവഹിക്കുമ്പോൾ അതിൽ നമുക്ക് നിയ്യത്തുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, നമുക്ക് അതിൽ നമ്മുടെ അധ്വാനമുണ്ട്, വിയർപ്പുണ്ട്, പണച്ചെലവുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ ഓർക്കുകയാണ്, മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ ഓർക്കുകയാണ്. ആ ബലികർമ്മം നമുക്ക് അനുവദിക്കപ്പെട്ട സന്ദർഭത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണ്. ആ അറുക്കാനുണ്ടായ സാഹചര്യം നമ്മൾ ഓർക്കുകയാണ്. അതുപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുഹറം നോമ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഓർക്കുകയാണ്. എന്തിനാണത്? മുഹറം 10-നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് വമ്പിച്ച വിജയമുണ്ടായത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് വമ്പിച്ച വിജയമുണ്ടായത് അത് നമ്മൾ ഓർക്കുകയാണ്. ഫറോവ ചെങ്കടലിൽ മുങ്ങി മരിക്കുകയും കടലിൽ പോയ പല ശരീരങ്ങളും തിരിച്ചു കിട്ടാത്ത സാഹചര്യമാണ് എല്ലാം ഉണ്ടാകാറുള്ളത്. നമുക്കറിയാം, കടലിൽ പോയ ആരെങ്കിലും കിട്ടാറുണ്ടോ? അപൂർവമാണ്. പലരെയും കിട്ടും, പലരെയും കിട്ടിയാൽ തന്നെ ഒന്നിനും പറ്റാത്ത രൂപത്തിലൊക്കെ ആയിരിക്കും അത് കിട്ടുക. പുഴയിൽ പോയാൽ തന്നെ അതിൻ്റെ പരിധി നമുക്കറിയാം. കടലിൽ പോയാൽ ഒരാളെങ്ങനെ തിരിച്ചു കിട്ടുക? എങ്ങനെ ഒരാൾ ബാക്കിയാവുക? പലരും കിട്ടാറില്ല. പലതിനെയും മത്സ്യം അല്ലെങ്കിൽ കടലിനടിയിലെ ജീവികൾ തിന്നുപോകുന്നു എന്നൊക്കെ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഫിറൗൻ്റെ
ശരീരം അങ്ങനെയല്ലല്ലോ, അത് തിരിച്ച് കിട്ടുകയാണ്. കടലിൽ മുങ്ങിപ്പോയ ഫറോവയുടെ ശരീരം തിരിച്ച് കിട്ടുകയാണ്. അതൊരു ചരിത്രമാണല്ലോ, ഒരു അത്ഭുതമാണ്. ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു കാലത്താണ് അദ്ദേഹം ഈ ഇതിൽ മുങ്ങിപ്പോകുന്നത്. പിന്നീട് അത് കണ്ടെടുക്കപ്പെടുന്നു, അത് കിട്ടുന്നു. ഫറോവയുടെ ജഡം കണ്ടെടുക്കുകയും സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനൊക്കെയുള്ളൊരു സാഹചര്യം രൂപപ്പെടുന്നു. ഇതിന് ഖുർആനിലെ വചനവുമായുള്ള ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതിനെക്കുറിച്ച് പഠിച്ച, ഫറോവയുടെ ജഡത്തെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ച, ശാസ്ത്രീയമായി മനസ്സിലാക്കിയ, മെഡിക്കൽ രംഗത്ത് ആ രൂപത്തിലുള്ള പഠനങ്ങൾ നടത്തിയ മോറിസ് ബുക്കായി എന്ന് പറയുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുക. ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ ഖസസിലെ 3 മുതൽ 6 വരെയുള്ള ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ പറയുന്നുണ്ട്, നത്ലു അലൈക മിൻ നബഇ മൂസ വ ഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ. വിശ്വസിക്കണം, ദൈവികമായ ഒരു അസ്തിത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടണം. അന്വേഷിക്കുന്നവർക്ക് വിശ്വസിക്കാനും കണ്ടെത്താനൊക്കെ പറ്റുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ചരിത്രവും ഫറോവയുടെ ചരിത്രം സത്യസന്ധമായി ഇതാ ഖുർആനിൽ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരുന്നു, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവും ഫറോവയുടെ ചരിത്രവും പഠിച്ചാൽ നിങ്ങൾക്ക് ദൈവികമായ അസ്തിത്വത്തെ കണ്ടെത്താൻ കഴിയുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയതൻ വ ഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. ഇന്ന് നാം നിന്റെ ശരീരത്തോടെ നിന്നെ രക്ഷപ്പെടുത്തുന്നു, നിന്റെ പിന്നിൽ വരുന്നവർക്ക് ഒരായത്തായി, ഒരു ദൃഷ്ടാന്തമായി. മനുഷ്യരധിക പേരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാണ്. പക്ഷെ ശ്രദ്ധിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? ഫിറഔന്റെ ജഡത്തെക്കുറിച്ച് പഠിക്കുക, ഫിറഔന്റെ അന്നത്തെ ഭരണത്തെക്കുറിച്ച് പഠിക്കുക, അന്നുണ്ടായിരുന്ന പ്രവാചകനെക്കുറിച്ച് പഠിക്കുക, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പഠിക്കുക, എന്തിനാണ് അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് പഠിക്കുക. നിങ്ങൾക്ക് ദൈവത്തെ, പടച്ചോനെ കണ്ടെത്താൻ കഴിയുമെന്ന് ഖുർആൻ പറയണം. 1400 വർഷങ്ങൾക്കപ്പുറത്ത് ഖുർആൻ ഫറോവയുടെ ഒരു ശരീരത്തെ രക്ഷപ്പെടുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറയാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പരിചിതമല്ലാത്ത ഒരു സംഭവത്തെ ഖുർആൻ എടുത്തുദ്ധരിക്കണം. അത് സംഭവിക്കുന്നു, അത് സംഭവിക്കും. അതിന് ലോകം സാക്ഷിയാകും. പ്രവാചകന്റെ പല പ്രവചനങ്ങൾക്കും ലോകം സാക്ഷിയാകും, പലതിനും സാക്ഷിയായിട്ടുണ്ട്. റോമാ സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ സന്ദർഭങ്ങൾ നമുക്കറിയാം. മുഹറം പറയുമ്പോൾ ഒരു പുതുവർഷമാണ്, ഒരു ഹിജറ വർഷം ആരംഭിക്കുകയാണ്. ഹിജറയുടെ ചരിത്രത്തിൽ സുറാഖത്ത് ബിൻ മാലിക്കിനെ കുറിച്ചുള്ള ചരിത്രം പഠിച്ചാൽ സുറാഖയുടെ കൈകളിലേക്ക് പിന്നീട് വരുന്ന അധികാരത്തിൻ്റെ ഉടയാടകളെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ച പ്രവചനങ്ങൾ പുലർന്നതിൻ്റെ സാക്ഷ്യപത്രം സ്വഹാബാക്കൾ പറയുന്നുണ്ട്. പ്രവാചകൻ എങ്ങനെ ഇത് പറയാൻ കഴിയുന്നത്? അള്ളാഹുവിൻ്റെ വഹീ കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ശക്തി അതാണ്. അള്ളാഹുവിനാണ് നാളെ എന്ത് സംഭവിക്കും എന്ന് വളരെ ദീർഘവീക്ഷണത്തോടെ നാളത്തെ കാര്യങ്ങൾ ഒരിക്കലും പിഴച്ചു പോകാത്ത രൂപത്തിൽ പറയാൻ കഴിയുക. അള്ളാഹുവിൻ്റെ ജ്ഞാനം അതാണ്. നാളെ എന്ത് നടക്കുന്ന അള്ളാഹ്ക്കറിയാം, നമുക്കറിയാൻ കഴിയില്ല. നമ്മുടെ ജ്ഞാനത്തിൻ്റെ പരിമിതിയാണത്. പക്ഷെ അള്ളാഹുവിനത് കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് അള്ളാഹ്ക്കറിയാം. വരും കാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നും അള്ളാഹുവിനറിയാം. അത് പടച്ചോൻ്റെ ഒരു കുദറത്താണ്, കഴിവാണ്. മനുഷ്യർക്കത് കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചത് പിന്നീട് വരുന്നവർക്കൊരു ദൃഷ്ടാന്തമായി ഈ ഫറോവയെ അള്ളാഹു ഒരായത്താക്കി വെച്ചിരിക്കുന്നു എന്നാണ്. നമ്മളൊക്കെ അത് പരിശോധിക്കുകയും ഫറോവയുടെ ജഡത്തെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന, അതിൻ്റെ മ്യൂസിയത്തെക്കുറിച്ചും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ പരിശോധിക്കുന്ന ആളുകളായിരിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഒരു സയൻസ് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. മമ്മികളെ കുറിച്ചൊക്കെ പഠിച്ച ഒരുപാട് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗം ഫറോവയെ, ഫിർഔനെ അള്ളാഹു ഇത്രമാത്രം വെറുക്കാനുണ്ടായ കാരണം എന്തായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വെറുക്കാൻ മാത്രം. പിന്നീട് വരുന്ന ജനങ്ങൾ ഫറോവയെ പഠിക്കുകയും
ഫറോവയെ പറ്റി ചിന്തിക്കുകയും അയാളിലുണ്ടായ തിന്മകൾ ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് തീരുമാനിക്കുകയും ഫിറോവിൻ്റെ മാതൃകകൾ നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റിയ ഒന്നല്ല എന്ന് വളരെ കൃത്യമായി മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ് ഖുർആൻ. എന്തായിരിക്കും ആ കാരണങ്ങൾ? ആ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഫിറോൻ വെറുക്കപ്പെട്ടത്. ഒന്ന്, ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായി പുലരുമെന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് ഒന്ന് ഫിറോവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരായത്തായി ദൃഷ്ടാന്തമായി നമ്മോട് പഠിക്കാൻ പറയണം. ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായി പുലരുമെന്ന് ഫിറഔന്റെ ജീവിതത്തെ അല്ലെങ്കിൽ ശരീരത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. മുമ്പിലൂടെയോ പിന്നിലൂടെയോ ബാത്തിലൊന്നും ഇതിലേക്ക് കടന്നു വരില്ല. ഖുർആൻ അങ്ങനെയാണ്. അതിലൊരു ബാത്തിലും കടന്നു വരില്ല. അതിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ പറ്റും. അഗാധജ്ഞനും സ്തുത്യർഹനുമായവനിൽ നിന്നാണ് ആ ഖുർആൻ്റെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് അതിൽ ബാത്തിലുണ്ടാവില്ല എന്ന് നമുക്ക് നല്ല യഖീൻ ഉണ്ടാകണം. അതെന്തിനാണ് ആ യഖീന്? ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപോലെ സ്വീകരിക്കാനാണ്. ചില ആളുകൾ പലപ്പോഴും ചെയ്യും, ഖുർആനിൽ പറഞ്ഞ ചിലത് സ്വീകരിക്കും, ചിലത് സ്വീകരിക്കൂല. എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കൂല. അതിപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കൂല. എന്നാൽ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയല്ല ഖുർആനോട് ചെയ്യേണ്ടത്. ഇതിലൊരു ബാത്തിലും വരില്ല. ഖുർആൻ പറഞ്ഞത് അതുപോലെ തന്നെ മുഴുവനായി സ്വീകരിക്കുക എന്നുള്ളതും ഖുർആൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചില ആളുകൾ നമസ്കാരത്തിൽ വളരെ കൃത്യമായിരിക്കും, ഒറ്റ ജമാഅത്ത് ജീവിതത്തിൽ നഷ്ടപ്പെടുത്തൂല. ഒന്നാമത്തെ സഫിലെത്താൻ അയാൾ കഠിന പരിശ്രമം നടത്തും. ഏത് തിരക്കിനിടയിലും അയാൾ ശ്രദ്ധിക്കും. അതേസമയം ഖുർആൻ അയാളുടെ സാമ്പത്തികമായ കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ അയാൾക്ക് ഖുർആനിൻ്റെ ആയത്തുകൾ പാലിക്കാൻ കഴിയണ്ടേ? കഴിയുമ്പോഴാണ് ഖുർആനിൻ്റെ ആയത്തുകളെ പൂർണ്ണമായി നമ്മൾ സ്വീകരിച്ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക. പലിശ അയാൾ വാങ്ങുന്നു, അത് കഴിക്കുന്നു, അതുകൊണ്ട് കഴിപ്പിക്കുന്നു. പലിശയെക്കുറിച്ചുള്ള ആയത്തുകൾ കേൾക്കുമ്പോൾ അത് അന്നത്തെ പലിശയാണോ ഇന്നത്തെ പലിശയാണോ, അന്ന് വട്ടിപ്പലിശേനെ എന്ന് വേറെ പലിശയാണ് എന്നൊക്കെ പല ന്യായങ്ങൾ പറയും. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾക്കതിൻ്റെ ആയത്തുകൾ എന്ത് പഠിപ്പിക്കുന്നു, ഖുർആൻ എന്ത് പറയുന്നു, അവിടെ നമ്മൾ എവിടെ നിൽക്കും. സക്കാത്തിൻ്റെ വിഷയം വരുമ്പോൾ കണക്ക് കൂട്ടി ശരിയാവാതെ പോകുന്നു. എങ്ങനെ കൂട്ടിയാലും ഇങ്ങോട്ട് കിട്ടാനുള്ള കണക്കാണ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ നമസ്കാരം കൊണ്ട് ഈ നമസ്കാരത്തിൻ്റെ ആയത്തുകൾ നമ്മൾ സ്വീകരിച്ചതുപോലെ എന്തുകൊണ്ട് ഈ സക്കാത്തിൻ്റെ ആയത്തുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല? അതുപോലെയുള്ള കുടുംബരംഗത്ത്, വ്യക്തിപരമായ സ്വകാര്യവും പരസ്യവുമായി ഇടപെടുന്ന രംഗത്ത്, സ്വഭാവരംഗത്ത് ഖുർആനിൻ്റെ കുറേ ആയത്തുകളില്ല. അതൊക്കെ നമ്മളെ സ്വാധീനിക്കേണ്ടതുണ്ട്. ഒരു നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ വെച്ചാൽ മതിയാകുമോ? നമസ്കാരം തന്നെ പറഞ്ഞത് എന്തിനാണ്? നമുക്ക് മ്ലേച്ഛമായ എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമസ്കാരം നമ്മളെ തടയണമെന്നാണ്. അപ്പോൾ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ സുബഹി നമസ്കരിച്ച് നമ്മൾ ളുഹുർ വരെയുള്ള സമയത്തിനിടയിൽ നമ്മളെ മ്ലേച്ഛമായ തെറ്റുകളിൽ നിന്ന്, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും തടയപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ സുബഹി നമസ്കാരം നമ്മെ സ്വാധീനിച്ചിരിക്കുന്നു. ആ സുബഹി നമസ്കാരം നമ്മൾ പരിവർത്തിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ സുബഹി നമസ്കാരത്തിൽ അള്ളാഹുവായിട്ടുള്ള മുനാജാത്ത് അത് കൃത്യമായി നടന്നിരിക്കുന്നു. അതിൻ്റെ ഒരു ആത്മീയമായ ഒരു പരിശുദ്ധി നമ്മുടെ മനസ്സിനും ശരീരത്തിനും കിട്ടിയിട്ടുണ്ട് എന്നാണ്. നമ്മൾ സുബഹിസ്കരിക്കുന്നു, വീണ്ടും തോന്നിവാസങ്ങളിലേക്ക് പോകുന്നു, വൃത്തികേടിലേക്ക് പോകുന്നു, അനാവശ്യങ്ങൾ സംസാരിക്കുന്നു, തിന്മകൾ ചെയ്യുന്നു, സാമ്പത്തിക അഴിമതി നടത്തുന്നു, അക്രമം കാണിക്കുന്നു, പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നു, അകാരണമായി ശണ്ട കൂടുന്നു, കലഹിക്കുന്നു, രക്തം ചിന്തുന്നു, പരസ്പരം തള്ളിപ്പറയുന്നു, കുടുംബബന്ധം മുറിക്കുന്നു. അയാളുടെ സുബഹി എങ്ങനെ അയാളെ സ്വാധീനിച്ചു എന്നെങ്ങനെ പറയും? എങ്ങനെ സ്വീകരിച്ചു എന്ന് പറയും? നമസ്കാരം കൊണ്ടൊക്കെ ഉണ്ടാകേണ്ട ഒരു പ്യൂരിഫിക്കേഷൻ അതാണ്. ഒരു തസ്കിയത്ത് ഉണ്ടല്ലോ, അത് തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമുക്കുണ്ടായ തസ്കിയത്തിനേക്കാൾ അത് വീണ്ടും നന്നാകണം, കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകണം. അതാ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ. ഇന്ന് ഞാൻ ഇങ്ങനെയാണ്, പക്ഷെ എൻ്റെ ഇന്നത്തെ നമസ്കാരത്തിന് ശേഷം ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കുന്നു, നാളത്തെ നമസ്കാരത്തോടു കൂടി അതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം.
അതെങ്ങനെ കഴിയാം? അത് നമ്മൾ നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടതും നമ്മൾ നമ്മളെ തന്നെയാണ് ശരിയാക്കിക്കൊണ്ടേയിരിക്കേണ്ടത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായി പുലരുമെന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് ഫറോവയുടെ ചരിത്രം വളരെ ഗൗരവത്തിൽ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നതാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഫറോവയിൽ നിന്നുണ്ടായ ഒരുപാട് ദ്രോഹങ്ങളുണ്ട്. അക്രമങ്ങളിൽ ഒരുപാട് പ്രയാസപ്പെട്ട ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാനും കൂടിയാണ്. ഫറോവ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കഠിനമായ അക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അതിലൊന്ന് പറഞ്ഞത് എന്താണ്? ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്താണത്? ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. രണ്ടാമത് പറഞ്ഞു വജഅല അഹ്ലഹാ ശിയാൻ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഖുർആൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അവിടെയാണ്. ഒന്ന്, ഫിറഔന് അലാ ഫിൽ അർള്, ഒരു തരം കിബറായിരുന്നു. ഞാൻ തന്നെയാണ് ഭൂമിയിൽ ഏറ്റവും ഔന്നിത്യമുള്ളവൻ, എന്നെക്കാളും നല്ലോനുമില്ല, നന്നാകാൻ ആരും വരും വേണ്ട, ഞാൻ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നുള്ള നിലക്കുള്ള ഒരു തരത്തിലുള്ള അഹംഭാവമായിരുന്നു എന്നാണ്. അത് മനുഷ്യർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. ഫിറൗവിൻ്റെ ആ സ്വഭാവം മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, മനുഷ്യരെ നിങ്ങളിൽ ഉണ്ടാകരുത്. ഉണ്ടായ ഫിറൗവിനെ പോലെ നിങ്ങൾ നശിപ്പിക്കപ്പെടും, നിങ്ങൾ നിന്ദിക്കപ്പെടും, അപമാനിക്കപ്പെടും. ഫിറൗന് നമ്മളോട് നീ ദ്രോഹം ചെയ്തണ ഉണ്ടോ? ചായയും നല്ല ഏശീണോ, മഴയൊക്കെ പെയ്യുന്നോണ്ടേ നിങ്ങൾ ഗൗരവത്തിൽ കണ്ട് ഉറങ്ങും. ഫിറോൻ നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? നേരിട്ട് ഉണ്ടോ? ഉണ്ട്. നമുക്ക് വേറെ നിലക്കുണ്ട്. നേരിട്ട് നമ്മളായിട്ട് പ്രശ്നമില്ലയോ? യുദ്ധം നടക്കണ മാതിരിയാണ്. യുദ്ധം ചെയ്യുന്ന ആൾക്കാരും അവിടെ അല്ലേ, പരസ്പരം രണ്ട് രാജ്യത്തിൻ്റെ സൈനികർ, അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്കൻ സൈനികൻ്റെ ഒരു പോസ്റ്റ് ഇറങ്ങിയിരുന്നു. അത് ഇറാഖിലെ ഒരു സൈനികൻ്റെ നേർക്ക് ഇങ്ങനെ തോക്ക് ചൂണ്ടിയപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു എന്നാണ്, സുഹൃത്തെ ഞാനും നിങ്ങളും തമ്മിൽ എന്താ പ്രശ്നം? ഒരു നേരത്തിന് അദ്ദേഹം നിശബ്ദനായി പോയി എന്നാണ്. എന്നിട്ട് അദ്ദേഹം തോക്ക് താഴെയിട്ട് തിരിഞ്ഞു നടന്നു എന്നാണ്. പിന്നീട് അദ്ദേഹം സൈനിക ജോലിയൊക്കെ രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ, കിംവദന്തികളാണോ അറിയില്ല, പക്ഷേ അതൊരു മനുഷ്യപ്പറ്റുള്ള ചോദ്യമല്ല. നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? നമ്മൾ തമ്മിൽ പ്രശ്നമില്ലല്ലോ. വേറെ ആർക്കോ വേണ്ടി പരസ്പരം കഴുത്തറുക്കുകയും ബോംബിട്ട് കൊല്ലുകയൊക്കെ ചെയ്യാണ് മനുഷ്യർ. അതുപോലെ ഫിറൗനെ പറ്റി അള്ളാഹു നമ്മളോട് പഠിപ്പിക്കണം. അന്ന് മരണപ്പെട്ട ഫിറൗനെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണോ കേൾക്കണത്? സന്തോഷത്തോടു കൂടിയാണോ പറയണത്? ഓരോ ആയത്ത് ഓതുമ്പോഴും നമ്മൾ ഫിറൗനെ ശരിക്കും എന്ത് ചെയ്യുന്നു? ബ്ലെയിം ചെയ്യാണ് അല്ലേ? മനസ്സിൽ നമ്മളൊരു ചീത്ത പറയുന്നുണ്ട്, ശപിക്കുന്നുണ്ട്, എന്തൊരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളമ്മ വ്യക്തിപരമായൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ അങ്ങനെ പറയിപ്പിക്കുകയാണ്. അതാണ് നിന്ദ്യത അനുഭവിക്കുകയാണ്. ആര്? മരണത്തിന് ശേഷവും നിന്ദ്യത അനുഭവിക്കും. ചില മനുഷ്യർ അങ്ങനെ ഉണ്ടാവും, മരിച്ചു കഴിഞ്ഞാലും ആൾക്കാർ മറക്കൂല. എന്തിൻ്റെ പേരിലായിരിക്കും? ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ പേരിൽ. തിരിച്ചും ഉണ്ടാവും. ചില ആളുകൾ പുകഴ്ത്തിപ്പ് അങ്ങനെ ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. രാഷ്ട്രീയം പറയില്ല. ഉമ്മൻചാണ്ടി ഇവിടെ പറഞ്ഞു പോയപ്പോൾ അല്ലേ, അദ്ദേഹം എന്തായിരുന്നു 2-3 മാസക്കാലം ഒരു സ്വൈര്യമില്ലേ നമുക്ക്. മീഡിയകൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ കഥകൾ പുറത്തേക്ക് വരികയായിരുന്നു. മനസ്സ് വിങ്ങിപ്പൊട്ടി മനുഷ്യർക്ക് അറിയുകയായിരുന്നു. അദ്ദേഹം ആയ കാലത്ത് ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ ആളുകൾ ഇങ്ങനെ ഏറ്റുപാടുകയായിരുന്നു. മരിച്ചതിന് ശേഷവും ഒരു നോട്ടം ഒന്ന് കാണാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുകളിലേക്ക് ഇങ്ങനെ അല്ലേ, ബാക്കിൽ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന രക്ഷിതാവിനെയും കുട്ടിയെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആളുകൾ നല്ലത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ എത്രയോ ആളുകൾ അങ്ങനെ കാണാൻ കഴിയും. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഖുർആൻ അതാ പറഞ്ഞ്, ഫിറഔന്റെ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ നിന്ദിക്കപ്പെടും, അപമാനിക്കപ്പെടും, ആളുകൾക്കിടയിൽ നമ്മളുടെ ഇമേജ് പൊളിഞ്ഞു പോകും. ഫിറഔനെ പറ്റി അതിങ്ങനെ പറഞ്ഞു തരാം നമുക്ക്. നിങ്ങളങ്ങനെ ആകരുത് എന്ന് ഖുർആൻ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളോട് പറയാണ്. മാത്രമല്ല വജഅല അഹ്ലഹാ ശിയാൻ, ആ കുടുംബങ്ങളൊക്കെ അദ്ദേഹം വെട്ടിമുറിച്ചു അല്ലേ, വിവിധ കഷ്ണങ്ങളാക്കി, വ്യത്യസ്ത ഇങ്ങനെ വിഭാഗങ്ങളാക്കി വേർതിരിച്ചു. മുന്തിയവരെന്നും അടിച്ചമർത്തപ്പെടേണ്ടവരെന്നും
തല്ലാനും തല്ല് കൊള്ളാനും പറ്റിയ ടീം എന്നൊക്കെ പറഞ്ഞ് പല കോലത്തിൽ അയാൾ വേർതിരിച്ചു. നമ്മുടെ നാട്ടിലേക്ക് ചില ഭരണകൂടങ്ങളെ ഭരണാധികാരികളൊക്കെ ഒന്നും ഇതന്നെയാണോ, ഇത് പുതിയൊരു സാധനമാണോ എന്ന് തോന്നിപ്പോവും. സമാനമായ കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം പലപ്പോഴും അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്. അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നു. ഞങ്ങൾ നിങ്ങളെ തല്ലി തീർക്കുമെന്ന് പറയുന്നു, ഒന്ന് തള്ളുമെന്ന് പറയുന്നു. പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഇങ്ങനെ അതിനായിട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. സവർണർ എന്ന് പറയുന്നു, ഞങ്ങളാണ് ഏറ്റവും ഉന്നതർ എന്ന് ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിലൊക്കെ വലിയ ആഭിജാത്യം പുലർത്തുന്ന ആളുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ അങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഫിറഔൻ്റെ ആ സ്വഭാവങ്ങളുടെ അടുത്ത് ഉണ്ടാകരുത്. യസ്തദഇഫു ത്വായിഫത്തൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും. ആൺമക്കളെ ഒക്കെ കൊന്നൊടുക്കുക, പെൺകുട്ടികളെ ജീവിക്കാൻ വിടുക. റസൂലുള്ളാഹിന്റെ കാലമായപ്പത്തിന് തിരിച്ചായിരുന്നു അല്ലേ? റസൂലുള്ളാഹിന്റെ കാലമായപ്പോൾ പെൺകുട്ടികളെ കുഴിച്ചു മൂടുകയും ആൺകുട്ടികൾ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നുണ്ട്. ചില ഗോത്രങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി ആയത്തുകൾ ഇറങ്ങിയവർക്ക് അവരൊക്കെ പടച്ചുപോയി, നെഞ്ചി പടഞ്ഞുപോയി അവരുടെ. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുഴിച്ചു മൂടപ്പെട്ട കുട്ടികൾ നാളെ പരലോകത്ത് വന്നിട്ട് ചോദിക്കുന്നതാണ്, എന്തൊരു കുറ്റത്തിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ കൊന്നത്, കുഴിച്ചു മൂടിയതെന്ന് ചോദിക്കുന്നതാണ്. ഭയങ്കര ചോദ്യമാണ് അല്ലേ? അതിങ്ങനെ അറബികൾക്കിടയിൽ ഇങ്ങനെ അവരുടെ മനസ്സിലിങ്ങനെ ആഴത്തിൽ മുറിവുണ്ടാക്കി, മാനസാന്തരം ഉണ്ടാക്കി. ഗസയിലൊക്കെ മരിച്ചു വീഴുന്ന 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ നാളെ നെതന്യാഹുവിനെ മുന്നിൽ നിർത്തി ചോദിക്കണ ഒരു രംഗം വരും. ഹേ മനുഷ്യ, എന്ത് ദ്രോഹം ഞങ്ങളോട് ചെയ്ത്, എന്തിനാണ് ഞങ്ങളെ കൊന്നു കുഴിച്ചു മൂടിയത് എന്ന് ചോദിക്കുന്നൊരു ദിവസം വരും. ഖുർആൻ ഇങ്ങനെ പല സന്ദർഭങ്ങളിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നിരാശപ്പെടേണ്ടതില്ല, എല്ലാത്തിനും പരിഹാരങ്ങളുണ്ടാവും, എല്ലാത്തിനും ഒരു ജയം ഉണ്ടാവും. ഹക്കിന് പ്രത്യേകിച്ചും ഒരു ജയം ഉണ്ടാവും. നമ്മൾ ഹക്കിൻ്റെ കൂടെയാണോ, അതിൻ്റെ ഒരു മധുരം അനുഭവിക്കാൻ കഴിയുന്നൊരു സന്ദർഭങ്ങൾ വരുന്നതാണ്. ഫിറഔൻ ആരാണ്? ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അവൻ കുഴപ്പക്കാരനാണ്. അള്ളാഹ് അങ്ങോട്ട് ഇതിൻ്റെ എഴുതി കഴിഞ്ഞു, സർട്ടിഫിക്കറ്റിൽ എഴുതി കുഴപ്പക്കാരനാണ്. നമ്മളൊക്കെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അതിൽ അല്ലേ ഗുഡ് എന്നല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രതിസന്ധിയിലാവും. ഒരു അഡ്മിഷന് പോലും പിന്നെ കിട്ടൂല. ഖുർആൻ പ്രപഞ്ചത്തിൻ്റെ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് കണ്ട് കൊടുക്കുകയാണ് സർട്ടിഫിക്കറ്റ്, മോശമാണ്. അപ്പോൾ അവൻ്റെ ഒരു സ്വഭാവവും ഒരു കൾച്ചറും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീർത്തു പറയാണ്. മൂസയേക്കാൾ ഞാനല്ലേ നല്ലത് എന്ന് ഫിറഔൻ ചോദിക്കുകയാണ്. എന്നിട്ടോ ഫിറഔനെ പിൻപറ്റാൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. സമ്മർദ്ദം ചെലുത്തിയിട്ടും വഴങ്ങാത്തവനെതിരെ ആക്രമിക്കുകയാണ്. ഒരാവിഷ്കാര സ്വാതന്ത്ര്യമില്ല അല്ല, അവനവൻ്റെ വിശ്വാസം വെച്ച് പുലർത്താനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. എല്ലാം അടിച്ചമർത്തുകയാണ്. ഞാൻ പറഞ്ഞ് കേട്ടോളണം. മൂസ ഏതാണ് അവൻ്റെ കുടുംബം, ഏതാണ് അവൻ്റെ ജാതി, എന്ത് വർത്തമാനാണ് അവൻ പറയുന്നത്? എൻ്റെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാണവൻ. നിങ്ങൾ എന്നെയാണ് അനുസരിക്കേണ്ടത്, എന്നെയാണ് ആരാധിക്കേണ്ടത്, ഞാൻ പറയണതാണ് കേൾക്കേണ്ടത് എന്ന് പറയാണ്. പറയാൻ മാത്രമല്ല, അങ്ങനെ തന്നെ ആകണമെന്ന് സമ്മർദ്ദം ചെലുത്തുകയാണ്. സമ്മർദ്ദം ചെലുത്തിയിട്ട് വഴങ്ങാത്തവനെ ആക്രമിക്കുകയാണ്. കയ്യും കാലും വെട്ടുന്നവർ അതിങ്ങനെ ക്രോസായിട്ട് വെട്ടിമുറിച്ച് മാറ്റുമെന്ന് പറയാണ്. ഇതൊക്കെ അനുഭവിച്ചൊരു ജനത മുന്നിലുണ്ട്. നിങ്ങൾ ആലോചിക്കാൻ, ഫിറൗൻ്റെ മുമ്പിൽ ഇതൊക്കെ അനുഭവിച്ച ഒരു ജനത ഇങ്ങനെ ഉണ്ടാകുകയാണ്. നമ്മളിപ്പോൾ ചരിത്രം പറയുമ്പോൾ നമുക്കത് അത്ര ഫീൽ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ആരും നമ്മളോട് അങ്ങനെ പറയാത്തതുകൊണ്ടാണ്. മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇങ്ങനെ സംഭവിക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ സ്വസ്ഥതയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഒരു പരീക്ഷണമാണെന്നൊക്കെ. ഫിറൗൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന മനുഷ്യർ നിസ്സഹായരായിപ്പോൾ. സത്യം അതാണെന്ന് അറിയാം, പക്ഷേ സത്യത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു കെൽപ്പില്ലേ, ഒരു ആത്മധൈര്യവും ഒരു ബലമില്ലേ, അതിലേക്കാണ് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടല്ലോ. അതൊരു ചെറിയ സംഗതിയില്ല. അധികാരവും ഭരണകൂടവും ഒക്കെ എതിരെ നിൽക്കുമ്പോൾ
സത്യത്തിൻ്റെ ശബ്ദം പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. അതിലേക്ക് മനുഷ്യരെ വരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്, അല്ലേ? അലൈസലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ അമ്മന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ. നിന്ദ്യനായവൻ, വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്ത, അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരത്തിലൊക്കെ ചെറിയ ഒരു വിക്ക് പോലെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂടെ നിർത്തിയത്. അവൻ നന്നായി സംസാരിക്കൂ. ഞാൻ പറയണത് ഫിറൗന് കൃത്യമായി മനസ്സിലാകണം. ഇങ്ങനെ കുറേ ന്യൂനതകൾ എടുത്തു പറയാൻ, ഇകഴ്ത്താൻ, ഇൻസൾട്ട് ചെയ്യാൻ, പോരായ്മകളെ ഹൈലൈറ്റ് ചെയ്ത് ആളുകൾക്കിടയിൽ കുറവാക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളെ ഖുർആൻ എടുത്തു പറയാണ്. എന്തിനു പറയുന്നു? നമ്മളെ അങ്ങനെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഫിറൗൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയായിരുന്നു, നിങ്ങളിൽ അതുണ്ടാകരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഭയങ്കര സംവാദം നടന്നു, മത്സരം നടന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അപാരമായ സഹായം കൊണ്ട് ആ ദൃഷ്ടാന്തം അവിടെ വിജയിക്കുന്ന മനോഹരമായ കാഴ്ചകൾ സംഭവിച്ചു. പക്ഷേ ഫിറോൻ വിശ്വസിച്ചില്ല. ശരിക്കും ബോധ്യപ്പെടാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ അംഗീകരിച്ചാൽ ആര് തോറ്റുപോയി? ഫിറോൻ തോറ്റുപോയി. നമുക്കുണ്ടല്ലോ സത്യം സംഗതി അവൻ്റെ ഭാഗത്തായിരിക്കും, എന്നാലും ചിലത് നമ്മളാ വിട്ടുകൊടുക്കില്ല. നമ്മളൊരു കാര്യം വീട്ടിൽ പറഞ്ഞു, അപ്പോൾ നമ്മളെ പ്രായം കൊണ്ട് നമ്മളെ താഴെയുള്ള ഒരാൾ പറഞ്ഞിട്ട് അത് അങ്ങനെയല്ലല്ലോ പാപ്പ, അല്ലെങ്കിൽ കാക്ക അത് അങ്ങനെയല്ലല്ലോ, ഇതിങ്ങനല്ലേ. അത് ചിലപ്പോൾ ശരിയായിരിക്കും പറഞ്ഞേ, പക്ഷെ ചിലപ്പോൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. സമ്മതിച്ചു കൊടുക്കും. ശരിയാണെന്ന് ബോധ്യപ്പെട്ടാലും ചില മനുഷ്യന്മാർക്ക് സമ്മതിച്ചു കൊടുക്കില്ല. അത് ശരിയൊന്നല്ല അറിഞ്ഞ് നമ്മൾ തർക്കുത്തരം പറയും, അതിനെതിരെ സംസാരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പോരായ്മ പറഞ്ഞു അവൻ അടിച്ചിരുത്തും. എന്നിട്ട് നമ്മൾ അതിനെ മറികടന്ന് പോകാൻ ശ്രമിക്കും. ശരിക്കും സത്യം അവൻ്റെ ഭാഗത്തായിരിക്കും, പക്ഷെ നമ്മളത് അംഗീകരിക്കില്ല. അത്തരത്തിലുള്ളൊരു സ്വഭാവം ഫിറോൻ കാണിച്ചു എന്നുള്ളതാണ്. ഫിറോൻ ആ ദൃഷ്ടാന്തങ്ങളൊക്കെ അവിടെ കണ്ടപ്പോൾ ഫിറോന് മനസ്സിലായി ഇത് തന്നെയാണ് ഹക്ക് എന്ന്. സത്യത്തിന് കിബിർ സമ്മതിച്ചില്ല. അപ്പം അതിൻ്റെ ചെറിയ അംശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹക്കാണോ? സമ്മതിക്കുക. സത്യമാണോ? അതിൻ്റെ കൂടെ നിൽക്കുക. അതല്പം അല്ലേ വലൗക്കാന മുർറൻ, അല്പമൊക്കെ കയ്പുണ്ടാവും, ചെറിയ പ്രയാസങ്ങളുണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മളെ ഖുർആൻ പഠിപ്പിക്കാൻ. ഞാൻ പറയാതെ നിങ്ങൾ വിശ്വസിക്കുകയോ എന്ന് ഫിറോൻ തൻ്റെ അനുചരന്മാരോട് ഗൗരവത്തിൽ ചോദിക്കാൻ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പെർഫോമൻസ് കണ്ടിട്ട്, പെർഫോമൻസ് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. കാരണം അള്ളാഹിൻ്റെ എല്ലാ വിധത്തിലുള്ള സഹായത്തോടു കൂടിയാണ് നടക്കണേ. അതിൽ അങ്ങനെ ആത്മധൈര്യവും കുളിരും കൊണ്ട് അവർ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതാണ് ഹക്ക് എന്ന് മനസ്സിലാക്കി അതിനങ്ങോട്ട് സ്വീകരിക്കാൻ. അപ്പോഴാണ് ഫിറോൻ്റെ അടുത്ത ചോദ്യം, ഞാനൊന്നും പറയാതെ നിങ്ങളത് വിശ്വസിക്കേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വേണം, ഞാൻ പറഞ്ഞിട്ട് വേണം എന്ന് പറയാൻ. എന്തൊരു ഒരു ധാർഷ്ട്യമാണ് കാണിക്കണതെന്ന് നമുക്ക് ഖുർആൻ്റെ ആയത്തുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇന്ന ഹാദാ ലമക്റുൻ മക്കർതുമൂഹു ഫിൽ മദീന, ഇത് ഗൂഢാലോചന നടത്തി വന്നതാണ് എന്ന് പറയാൻ. കൈകാലുകൾ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭിന്നമായി ഞാൻ ഛേദിക്കുമെന്ന് പറയാൻ. മാത്രമല്ല നിങ്ങളെ ഞാൻ കുരിശിൽ കയറ്റുമെന്ന് പറയാൻ. കുരിശിൽ തറക്കും. പിന്നെ അധികാരത്തിൻ്റെ ഡമ്പുള്ള വർത്താനാണ് പറയുന്നത്. ആശയം കൊണ്ട് തോൽപ്പിക്കാൻ വയ്യ. പിന്നെ അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിക്കുക, ആയുധത്തിൻ്റെ ബലം ഉപയോഗിക്കുക, എന്നിട്ട് തകർക്കാനാണ് ശ്രമിക്കുക. പലപ്പോഴും ഒരു ഫാസിസമൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ കൾച്ചറിലേക്ക് കടന്നു വരുന്നതും നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതും ഒരു സമൂഹത്തിലേക്ക് കടന്നു വരുന്നതൊക്കെ അങ്ങനെയായിരിക്കും. ആദ്യം ആശയങ്ങൾ കൊണ്ട് സംവദിക്കാൻ ശ്രമിക്കും. ആശയങ്ങൾ പരാജയപ്പെടുന്നിടത്ത് അവർ അധികാരം ഉപയോഗിക്കും, ഭീഷണി ഉപയോഗിക്കും, അടിച്ചമർത്തുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കും. അങ്ങനെയൊക്കെയാണ് ഓരോ കാലത്തും ഫാസിസം വന്നിരുന്നത്. ഖുർആൻ വരച്ച് കാണിക്കുന്ന ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആയിരുന്നു ആര്? ഫിറോൻ. ആ ഫാസിസത്തിൻ്റെ സ്വഭാവങ്ങൾ മനുഷ്യരിൽ രൂപപ്പെടുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഖുർആൻ പറയാണ്. അതിനെതിരെ ജാഗ്രത പാലിക്കേണ്ട ആളുകൾ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കാൻ. മൂസാ പ്രവാചകൻ ഉയർത്തിയ ദൗത്യം ഏറ്റെടുക്കാൻ ആളുണ്ടാകണമെന്ന് പഠിപ്പിക്കാൻ.
മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഇത്തരം പരീക്ഷണങ്ങളെ നേരിട്ട് വിജയിക്കുന്ന നല്ല പ്രതീകങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന്, വരും തലമുറക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ ആളുകൾ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുകയാണ്. അതിനാരാ പ്രാപ്തരാകേണ്ടത്? ഞാനും നിങ്ങളൊക്കെയാണ് ആ നിലക്ക് പ്രാപ്തി നേടേണ്ടത്. പക്ഷെ നമ്മൾ അതിന് പ്രാപ്തരാകുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ ചുരുക്കാണ്. ആകാശം മുട്ടയുള്ള ഒരു കെട്ടിടത്തിൽ കയറി നോക്കട്ടെ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അള്ളാഹുവിനെ കാണുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പരിഹസിക്കുന്നൊരു സന്ദർഭത്തെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഫിറൗൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ അള്ളാഹ് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ആ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊന്ന് കയറി നോക്കട്ടെ എന്നുള്ള നിലക്ക് കൊച്ചാക്കുന്ന ചില വർത്തമാനങ്ങളൊക്കെ ഖുർആൻ എടുത്തു പറയാണ്, അല്ലേ? അത്രമാത്രം ഒരു തരത്തിലുള്ള പരിഹാസവും പുച്ഛവും ഫിറൗൻ ഇങ്ങനെ എടുത്തുപയോഗിക്കുന്നത് ഖുർആൻ എടുത്തു പറയാണ്. യാ ഹാമാൻ ബിനിലി സർഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്. ഹാമാനോട് പറയാണ്, എനിക്ക് ഉയർന്ന ഒരു കെട്ടിടം ഉണ്ടാക്കി തരിക, ഞാനൊന്ന് കയറി അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റുന്ന ചില സംസാരങ്ങളാണത്. അപ്പത്തെ ആ ചർച്ചകളിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങൾ. ഖുർആൻ അതൊക്കെ വളരെ മോശമായ പ്രയോഗങ്ങളായിട്ടാണ് എടുത്തു പറയുന്നത്. ഇതൊക്കെ എല്ലാ ഭരണാധികാരികളും ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ അക്രമം ഫിറൗൻ എന്താ ചെയ്തിട്ടുണ്ടാകുക? ഇപ്പം ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഭരണാധികാരികളും ചെയ്യണമാണ്. പക്ഷെ ഫിറൗന് ഇതിനപ്പുറം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫഹശറഫനാദ, ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു ഫഖാല അന റബ്ബുകുമുൽ അഅല, അന റബ്ബുകുമുൽ അഅല. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ നേരത്തെ പറഞ്ഞ അക്രമം, ദുരിതം, ഉപദ്രവം, മറ്റുള്ള എല്ലാ ഫിത്തനയും പല ഭരണാധികാരികളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഈ പ്രശ്നത്തിലേക്ക് എത്തിയിരുന്നില്ല. ഇത് പറഞ്ഞോട് കൂടിയിട്ടാണ് അള്ളാഹുവിന് ഫിറൗൻ ആരായി മാറുന്നത്? ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറുന്നത് എന്ന് ഖുർആൻ പറയാണ്. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം അള്ളാഹ് ചോദിക്കുന്ന ചില കാര്യമുണ്ട്. അൻതും അശദ്ദു ഖൽഖൻ മിസ് സമാഉ ബനാഹാ. മനുഷ്യരെ ദൈവങ്ങളാക്കുന്നവർ, മനുഷ്യർ ദൈവമാണ് എന്ന് വാദിക്കുന്നവർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടാവും. ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, അൻതും അശദ്ദു ഖൽഖൻ മിസ് സമാഉ ബനാഹാ. നിങ്ങളാണോ സൃഷ്ടിക്കാൻ പ്രയാസപ്പെട്ടത്? ആകാശത്തെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ആകാശത്തെ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ആരാ അനുഭവിച്ച്? ഫിറൗൻ നീയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ദൈവങ്ങളായിരുന്നു, ഇലാഹുകളായിരുന്നു. ഖുർആൻ ചോദിക്കണം, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കാണ്. റഫഅ സംകഹാ ഫസവ്വാഹാ, അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾക്കൊരു പന്തല് പോലെ ഇങ്ങനെ ശരിപ്പെടുത്തി തന്നിട്ടുണ്ട്. വഅഗ്തശ ലൈലഹാ വഅഖ്റജ ളുഹാഹാ, അതിലെ രാത്രിയെ നിങ്ങൾക്ക് അല്ലാഹു ഇരുട്ടാക്കി തന്നിട്ടുണ്ട്. വെളിച്ചം പ്രത്യക്ഷപ്പെട്ട് പകലിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി തന്നിട്ടുണ്ട്. രാവും പകലും അതിൽ ഉൾച്ചേർത്ത് വെച്ച് തന്നിട്ടുണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. വല്ലർള ബഅദ ദാലിക ദഹാഹാ, ഭൂമിയെ അതിനുശേഷം നിങ്ങൾക്ക് പരത്തി വിധാനിച്ചതുപോലെ അനുഭവിക്കാൻ പറ്റുന്ന തരത്തിലാക്കി തന്നിട്ടുണ്ട്. കണ്ടാലൊരു ഗോളാകൃതിയാണ്, പക്ഷെ ഉപയോഗിക്കുമ്പോൾ ഒരു തടസ്സമില്ല. നിങ്ങൾക്ക് വിശാലമായി, പരന്ന് വിശാലമായി കിടക്കുന്ന രൂപത്തിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നു. അഖ്റജ മാഅഹാ വമർആഹാ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഉറവു ജലത്തെ അള്ളാഹു തന്നിരിക്കുന്നു. മേച്ചിൽ സ്ഥലങ്ങൾ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. സസ്യലതാദികളെ അതിൽ നിന്ന് അള്ളാഹു ഉത്ഭവിപ്പിച്ചിരിക്കുന്നു. വൽ ജിബാല അർസാഹ, പർവ്വതങ്ങളെ അതിലിങ്ങനെ ഉറപ്പുള്ള ആണികളെ പോലെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. എന്തിനാ? മതാഅല്ലക്കും വലിയൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കൊക്കെ ഉപയോഗത്തിനായിട്ടാണ്, മതാ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെയും ഫിറൗൻ്റെ ഒരു സംശയം ഒന്നുകൂടി ക്ലിയറാക്കാൻ വേണ്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ഫമൻ റബ്ബുക്കുമായ മൂസ, അല്ലേ? ഖാല റബ്ബുനല്ലദീ യഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എന്തൊരു രസാണ് ആയത്ത്, അല്ലേ?
എന്തൊരു രസമായിട്ടാണ് ഖുർആൻ നമുക്കങ്ങനെ പറഞ്ഞു തരാൻ. ഫമൻ റബ്ബുക്കുമായ മൂസ, ആരാണ് നിന്റെ റബ്ബ്? ഈ പറഞ്ഞ റബ്ബ് ആരാ? ചെറിയൊരായത്തിൽ വലിയ വിശാലമായ ആശയങ്ങൾ കുളിച്ച് ഖുർആൻ മറുപടി കൊടുക്കുകയാണ്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, സൃഷ്ടിക്കുന്നു, അതിനാവശ്യമുള്ള എല്ലാം കൊടുക്കുന്നു, അതിന് പോകേണ്ട വഴികൾ, ഹിദായത്തിൻ്റെ മാർഗങ്ങൾ, വഴികൾ തുറന്നു കൊടുക്കുന്നു. വെറുതെ സൃഷ്ടിച്ചിടല്ല, ഉണ്ടാക്കിയിട മാത്രമല്ല, അതിനാവശ്യമുള്ള എല്ലാം ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കാൻ. ഫിർഔൻ റബ്ബ് ഇലാഹ് എന്ന കാര്യങ്ങളിൽ അധികാരമുണ്ട് എന്ന് വാദിച്ചു. റബ്ബ് ഇലാഹ് എന്നതിൽ എനിക്ക് പങ്കുണ്ട്, അധികാരമുണ്ട് എന്ന് ഫിർഔൻ വാദിച്ചു. ഇതാണ് നമ്മളെ പോയിന്റ്. ഇലാഹ് റബ്ബ് ആരാ? റബ്ബുൽ ആലമീൻ. പുതിയ കാലത്ത് പുതിയ ചർച്ചയാണ് അല്ലേ? റബ്ബുൽ ആലമീൻ എന്നത് CM മടവൂരാകുകയാണ്. ഫിറൗന് റബ്ബാണെന്ന് വാദിച്ചതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. റബ്ബാന്ന് വാദിച്ചതിൻ്റെ പേരിൽ വെറുക്കപ്പെട്ടവനായി മാറി ഫിറൗൻ. ഇലാഹാണ് എന്ന് വാദിച്ചതിൻ്റെ പേരിൽ അള്ളാഹു വെറുത്തൊരു മനുഷ്യനാണ് ഫിറൗൻ. അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. മാത്രമല്ല, ഞാൻ സ്വയം ആണ് എന്ന് വാദിക്കുക മാത്രമല്ല ചെയ്തത്, രണ്ടാമതൊരു പണി കൂടി ചെയ്തു. ജനങ്ങളെ അത് ചെയ്യാൻ വേണ്ടി, ആ ശിർക്ക് ചെയ്യാൻ വേണ്ടി, ഇവിടുത്തെ നാട്ടിൽ ജനങ്ങൾക്ക് അങ്ങനെ ഞാനാണെന്ന് വാദിക്കുന്ന ആൾക്കാർ, അത്തരം തിന്മകൾ, തെറ്റായ ശിർക്കുകൾ ചെയ്യാൻ നിർബന്ധിക്കുന്ന ആളുകൾ, അത്ര വലിയ ഗൗരവമുള്ള തെറ്റ് ഫിറൗൻ ചെയ്തുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ എന്ത് ചെയ്തത്? കഠിനമായി വെറുത്തത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. ഒരാൾ കള്ളു കുടിച്ചാൽ നമ്മൾ ഗൗരവത്തിൽ കാണൂലേ? കാണൂലേ? കാണും. അതൊരു മുസ്ലിമാണ് കുടിക്കണമെങ്കിലോ ഗൗരവം കൂടൂലേ? കൂടും. നമുക്ക് അയാളോടുള്ള വെറുപ്പ് കൂടൂലേ? ദേഷ്യം പിടിക്കൂലേ? എന്തൊരു മനുഷ്യനാണ് ചോദിക്കും. ആ കുടിക്കണതൊരു മുസ്ലിം പണ്ഡിതനാണെങ്കിലോ നേരത്തെ കുടിച്ച ആളോടുള്ള ദേഷ്യം ഉണ്ടാവുള്ളൂ, അതിനേക്കാളും കൂടും. അതെന്തുകൊണ്ടായിരിക്കും? അതിനൊരു സംഗതി ഉണ്ട് അല്ലേ? നമുക്ക് മനസ്സിലുണ്ട് ആ സംഗതി. അങ്ങനെ ഉണ്ടായി. കള്ളുകുടിയാണോ ശിർക്കാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള തിന്മ? ശിർക്കാണ്. അതൊരു സാധാരണക്കാരൻ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. ആരെയാണ്? ഒരു പണ്ഡിതൻ ചെയ്യുന്നത്. കാരണം അത് അയാൾ ചെയ്യുക മാത്രമല്ല, അത് ആളുകളുടെ മേൽ അത് ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ കൊടുക്കുകയാണ്. ഫിറൗൻ ചെയ്ത വലിയ രണ്ട് അപരാധങ്ങൾ ഖുർആൻ നമ്മളെ പഠിപ്പിക്കണതാണ്. അള്ളാഹു, ഇലാഹ്, റബ്ബ് തുടങ്ങിയ സിഫാത്തുകളെ ഔലിയാക്കൾക്ക് കൊടുക്കാൻ പാടില്ല, സൃഷ്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, മരിച്ചുപോയവർക്ക് കൊടുക്കാൻ പാടില്ല, ആകാശഭൂമികളിലെ സൃഷ്ടികൾക്കൊന്നും പതിച്ചു കൊടുക്കാൻ പാടില്ല. അത് വലിയ വലിയ തിന്മയാണ് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലയോടൊപ്പം ജീവിതം ചിട്ടപ്പെടുത്തിയാൽ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലയോടൊപ്പം നമ്മൾ ജീവിതത്തെ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയാൽ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. അല്ലെങ്കിൽ ഉമ്മത്തിന് തന്നെ നാശം ഉണ്ടാവും. ഫിറോവിൻ്റെ പതനത്തെ ഖുർആൻ അതാണ് പറയുന്നത്. ഫിറോവിൻ്റെ ഈ ലൈന് എല്ലാവർക്കും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. ഫിറോൻ നിർബന്ധിച്ചാണ്. ചില ആൾക്കാരൊക്കെ അനുസരിച്ചു, ചിലർക്ക് ഉള്ളിൽ ഒതുക്കി വെച്ചു, കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചൊക്കെ പോയാണ് ചെയ്തത്. പക്ഷേ നാശം ആർക്കുണ്ടായത്? മൊത്തത്തിൽ സമുദായത്തിനുണ്ടായി, സമൂഹത്തിനുണ്ടായി. ഖുർആൻ അത് പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കാം. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എത്രയെത്ര പൂന്തോപ്പുകളെ, തോട്ടങ്ങളെ, അരുവികളെയാണ് അവർ വിട്ടേച്ചു പോയത്. മുങ്ങി മരിച്ചില്ലേ? നശിപ്പിക്കപ്പെട്ടില്ലേ? എല്ലാം ഇട്ടേച്ചു പോയി. എല്ലാം ഉണ്ടായിരുന്നു. രമ്യഹർമ്മ്യങ്ങൾ, വലിയ കൊട്ടാരങ്ങൾ, സുഖങ്ങൾ, സൗകര്യങ്ങൾ, വലിയ പറുദീസകൾ അവർ സൃഷ്ടിച്ചു ഭൂമിയിൽ. പക്ഷെ എല്ലാം ഇട്ടെറിഞ്ഞു പോകേണ്ടി വന്നില്ലേ? വസുറൂഇൻ വമഖാമിൻ കരീം. എത്രയെത്ര തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, മാന്യമായ സങ്കേതങ്ങളൊക്കെ ഇട്ടുപോയി. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. അവരിങ്ങനെ ഉല്ലസിച്ചിരുന്ന എല്ലാ ഇടങ്ങളും പോയി. കദാലിക ഔറസ്നാഹ ഖൗമൻ ആഖരീൻ. അതൊക്കെ വേറെയുള്ള ആൾക്കാർക്ക് അനുഭവിക്കാൻ വേണ്ടി അള്ളാഹ് വിട്ടുകൊടുത്തു എന്നാണ്. കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതാണ്, വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയതാണ്, അന്യരുടെ സാധനങ്ങളൊക്കെ വളപ്പ് കെട്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല, എല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ടി വന്നു. അതൊക്കെ ആർക്ക് കൊടുത്തു? പുറകെ വന്ന ആളുകൾ അനുഭവിക്കുന്നു, ആസ്വദിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് എന്നാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. ആകാശം, ഭൂമി ഒരിറ്റ് കണ്ണീർ പോലും പൊഴിച്ചില്ല.
ആകാശവും ഭൂമിയൊക്കെ എൻ്റെതാണെന്ന് പറഞ്ഞു നടന്നിട്ട് ഇവിടുന്ന് തീർന്നു പോകുമ്പോൾ ആകാശവും ഭൂമി പോലും ഒരിറ്റ് കണ്ണീർ പോലും പൊഴിച്ചില്ല എന്ന് അള്ള പറയാണ്. എന്നിട്ട് അള്ള പറയുന്ന ഒരു ആയത്തുണ്ട്, ഇന്നൽ അർളലില്ലാ, ഈ ഭൂമി ആരുതാണ്? അള്ളാൻ്റെതാണ്. യൂരിസുഹാ മയ്യശാഉ മിൻ ഇബാദി, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ള ഇങ്ങനെ ഓഹരി വെച്ചു കൊടുക്കും, അനന്തരമായി നൽകും. കൃത്യമായിട്ട് അള്ള പറയാം, വലാഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയോടുകൂടി ജീവിച്ച മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ നല്ല പര്യവസാനമുണ്ടാകും എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഫിർഔനെയും ഹാമാനെയും ഖാറൂനെയൊക്കെ ഖുർആൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഖുർആൻ ഫിർഔനെ എന്തുകൊണ്ടാണ് ഫിർഔൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്? അത് അദ്ദേഹത്തിൻ്റെ കുറേ സ്വഭാവം നമ്മിൽ ഉണ്ടാകാതിരിക്കാനാണ്. അടിസ്ഥാനപരമായി ഫിർഔൻ മുന്നോട്ട് വെച്ചത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ വക്രീകരിച്ചു. അത് ഞാനാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിനെ ജനങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു, പഠിപ്പിച്ചു. അത് വലിയ തെറ്റാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ മർമ്മഭാഗത്തെയാണ് യഥാർത്ഥത്തിൽ ഫറോവയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ഫറോവമാർ വന്നുകൊണ്ടേയിരിക്കും. നേരിട്ടുള്ള ഫിറോവമാരല്ലെങ്കിലും ഈ ആശയങ്ങൾ ഇങ്ങനെ നാട്ടിലിങ്ങനെ പടർന്ന് പന്തലിക്കും. അവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രവാചകന്മാരുടെ ദൗത്യമേറ്റെടുക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ചു നിന്നതുപോലെ, പ്രതിരോധിച്ചു നിന്നതുപോലെ, ബോധ്യപ്പെടുത്തിയതുപോലെ ഹക്കിൻ്റെ സത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അതിന് നമുക്ക് സാധ്യമാകണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മക്ക് പോലും അത് സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾ പൊതുവെ ദുർബലരാന്നൊക്കെ ആൾക്കാർ പറയും, വെറുതെ പറയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മക്ക് അത് സാധിച്ചു. ഒരു കുടിലായിരുന്നു ജീവിതം, വളരെ സാധാരണക്കാരിയായിരുന്നു അവർ. പക്ഷെ അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയപ്പോൾ അവർക്ക് നല്ല ആത്മബലം ഉണ്ടായി, വിജയശ്രീലാളിതയായി അവർ. നമ്മളിപ്പോഴും അവർ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മറ്റൊന്ന് നോക്കൂ, എല്ലാ ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾക്കിടയിലായിരുന്നു ജീവിച്ചത്. ആരാണ് ഒരു പെണ്ണിട്ടെറിഞ്ഞ് പോവോ? എല്ലാ സൗകര്യം, കൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഇട്ടെറിഞ്ഞ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ മണലാരണ്യങ്ങളിൽ എന്താണോ കിട്ടുമെന്ന് ഉറപ്പില്ലാത്തൊരു ലോകത്തേക്ക് പോകാൻ സന്നദ്ധത അറിയിക്കുകയാണ്. തീഷ്ണമായ മരുഭൂമിയിലേക്ക് പോകാനുള്ള സന്നദ്ധത അറിയിക്കുകയാണ്. വിശ്വാസത്തിനേ കഴിയുള്ളൂ, ഈമാൻ കൊണ്ടത് കഴിയും. നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളെയും മധുരമുള്ളതാക്കി മാറ്റാൻ നമ്മുടെ വിശ്വാസം കൊണ്ട് സാധിക്കും. അതിന് നമുക്ക് സാധിക്കുമാറാകട്ടെ. ഈ മുഹറം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ്. അതിൽ നല്ല നല്ല കാര്യങ്ങൾ തുടങ്ങാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുമൊക്കെയുള്ള സമയമാണ്. ദുശൗഖനമായി നഹ്സൊക്കെ ആയിട്ട് ആളുകൾ ഇതിനെ പല ദിവസങ്ങളെയൊക്കെ കാണും. പുണ്യമാസമാണ്. പുണ്യപ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യാനും തുടങ്ങാനൊക്കെ പറ്റിയ സമയമാണ്. നമ്മളും സുന്നത്തുകളും ഒക്കെ കൃത്യമായി കൂടുതലായി ചെയ്യുക, അതുപോലെ ഫർള് ചിട്ടപ്പെടുത്തി ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക, പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹുവിൽ തൗബയിലേക്ക് മടങ്ങുക, നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളെയൊക്കെ കൂടുതൽ മെച്ചപ്പെട്ടതും നന്നാക്കി ഒക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക, വലിയ ഷിർക്കിൽ നിന്ന്, തെറ്റിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ദഅ്വാ പ്രവർത്തനങ്ങളിൽ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുക. മുഹറം 9ഉം 10ൻ്റെയൊക്കെ സുന്നത്ത് നോമ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ്, അതൊക്കെ നമ്മൾ അനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പോരായ്മകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ സമയം, ഈ സന്ദർഭങ്ങളിൽ നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. നിന്റെ മഹത്തായ ഫളല് കൊണ്ട് വലിയ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഈ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. സാമൂഹ്യ തലത്തിലുള്ള സകലമാന ഫിത്തനകളിൽ നിന്നും ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ദീനിനെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ പരീക്ഷ, ഞങ്ങളുടെ ജോലികൾ, ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ യാത്രകൾ, അള്ളാഹുവെ, ഞങ്ങളുടെ നല്ല സംരംഭങ്ങൾ എല്ലാം നീ ഹൈറാക്കി തരണമേ റഹ്മാനെ. വിജയിപ്പിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം നല്ല ഉദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. സതുദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണമേ റഹ്മാനെ. ഈ നന്മക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, നന്മയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും
അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.